ലോകത്തിലെ 1.5 കോടിയിലധികം ആളുകൾ വായിച്ച് അവരുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത കിടിലിന് ഒരു പുസ്തകത്തിൻ്റെ കഥ പറയട്ടെ. ഇവിടെ ഇരുന്നിട്ട് പറയാം. ഹൂ മൂവ്ഡ് മൈ ചീസ് എന്ന് പറയുന്നത് 4 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സുള്ള കുഞ്ഞു സ്റ്റോറിയാണ്. 1998 ഡോക്ടർ സ്പെൻസർ ജോൺസൺ ആണ് ഈ പുസ്തകം എഴുതിയത്. 98 എഴുതിയൊരു പുസ്തകം 2024 ആയിട്ടും ഇന്നും പ്രസക്തിയോടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞു സ്റ്റോറി ആളുകളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇതിനകത്ത് 4 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് വരുന്നത്. 2 എലിക്കുട്ടികളും 2 മനുഷ്യന്മാരും. ഈ മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ മനുഷ്യന്മാർക്ക് ആക്ച്വലി എലികളുടെ അത്ര തന്നെ വലിപ്പം മാത്രമാണുള്ളത്. ഹെം ഹോ എന്നാണ് മനുഷ്യന്മാരുടെ പേര് വരുന്നത് കേട്ടോ. സ്നിഫർ സ്കൂരി എന്നാണ് എലിക്കുട്ടികളുടെ പേര് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 4 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പുസ്തകം വായിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ക്യാരക്ടർ ഈ 4 ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ഒരാളുടെ ക്യാരക്ടറുമായിട്ട് സാമ്യമുണ്ടാവും. ഒരു 1 hour കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. മൂവ്ഡ് മൈ ചീസ് എന്നാണ് ബുക്കിൻ്റെ ഒരു പേര് വരുന്നത്. ഇതിനകത്ത് ചീസ് എന്ന് പറയുന്ന ഒരു മെറ്റഫോറാണ്. മെറ്റഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി ആയിരിക്കാം, നമ്മുടെ ഒരു സ്ഥാപനമായിരിക്കാം, നമ്മുടെ ഒരു അംബീഷൻ ആയിരിക്കാം, നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, നമ്മുടെ ഒരു വണ്ടി ആയിരിക്കാം, നമ്മുടെ ഒരു ഹോബി ആയിരിക്കാം. എന്ത് വേണമെങ്കിലും ഈ ചീസ് എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് മാറാം. ഇവർ 4 പേരും ഏകദേശം അടുത്തടുത്താണ് താമസിക്കുന്നത് കേട്ടോ. ഇവരെന്നും രാവിലെ ചീസ് സ്റ്റേഷൻ സി എന്ന് പറയുന്ന ഒരു ചീസുള്ള സ്ഥലത്തേക്ക് പോകും. ചീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചീസ് സ്റ്റേഷൻ അധികം പൊതുവെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് നമ്മുടെ നെല്ലിൻ്റെ ഒക്കെ പത്തായ എന്ന് പറയില്ലേ, നെല്ലൊക്കെ ശേഖരിച്ച് വയ്ക്കുന്ന ഒരു സ്ഥലം പോലെ ചീസ് ശേഖരിച്ച് വയ്ക്കുന്ന ഒരു ചീസ് സ്റ്റേഷൻ ഉണ്ട്. ആണ് ചീസ് സ്റ്റേഷൻ സി എന്ന് പറയുന്നത്. ഇവരിവിടെ നിന്നും പോവും. ഇവരുടെ സ്റ്റേഷനൊന്നും അല്ല കേട്ടോ, വേറെ ആരുടെയോ സ്റ്റേഷനാണ്, വേറെ ആരുടെയോ ചീസാണ് അവിടെ സ്ഥിരമായിട്ട് വെച്ചിട്ടുള്ള സ്ഥലമാണ്. ഇവരവിടെ പോകുന്നു, ചീസ് കഴിക്കുന്നു. എലികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമാണ് ചീസ് അല്ലേ. ഈ മനുഷ്യന്മാരും എലികളുടെ അത്രയേ ഉള്ളൂ. ഹെമ്മും ഹോയും എലികളുടെ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരും കഴിക്കുന്ന ഭക്ഷണം ഈ ചീസ് തന്നെയാണ്. ഇവരെന്നും രാവിലെ അവിടെ പോകുന്നു, അവിടെ നിന്ന് ചീസ് കഴിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ, 4 പേരുടെയും ലൈഫ് സ്റ്റൈൽ. മനുഷ്യന്മാർ വരുന്നതിന് മുൻപ് തന്നെ നേരത്തെ എണീറ്റിട്ട് ഈ ചീസ് സ്റ്റേഷനിൽ പോകുന്നു, ചീസ് കഴിക്കുന്നു, അവർ തിരിച്ചു പോരുന്നു. അപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടർ വർണ്ണിക്കുന്നത് ട്രയൽ ആൻഡ് എറർ റൺ മെത്തേഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെപ്പറ്റി വേറെ ചിന്തയും കാര്യങ്ങളൊന്നുമില്ല, അടുത്ത സൊല്യൂഷൻ അന്വേഷിച്ച് പോവുക എന്നുള്ളൊരു ക്യാരക്ടറാണ് ഇവർക്കുള്ളത്. ഇവർക്ക് അധികം ബുദ്ധി അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള കഴിവോ ബുദ്ധിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നേരെ പോ എന്നുള്ള പ്രകൃതിയിലുള്ള 2 എലികളാണ് സ്നിഫും സ്കൂരി എന്ന് പറയുന്നത്. നേരെ മറിച്ച് മറ്റേ മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എലികളുടെ അത്രയും വലിപ്പമുള്ളൂന്നുണ്ടെങ്കിലും അവർക്ക് എല്ലാ രീതിയിലും അനലിറ്റിക്കലായിട്ടും മറ്റു രീതിയിലൊക്കെ ചിന്തിക്കാനും കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും ഉള്ള കഴിവുള്ളവരും ചില വിശ്വാസങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ തന്നെയാണ് അവർ വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ കുറേ നാളായിട്ട് സ്ഥിരം നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഡെയിലി പോകുന്നു, ചീസ് കഴിക്കുന്നു, തിരിച്ചു വരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എന്ത് സംഭവിക്കുന്ന അറിയും? ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ചീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഈ ചീസ് സ്റ്റേഷൻ സിയിലെ ചീസ് കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ സ്നിഫും സ്കൂരിയും നമ്മുടെ എലികൾ എന്ത് ചെയ്തു? എലികൾ വേഗം തന്നെ പോയിട്ട് അവരുടെ റണ്ണിങ് ഷൂസൊക്കെ എടുത്തിട്ടു. അവർ ഈ ഒരു മെയ്സിൽ ചീസ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഇനി അന്വേഷണം നടക്കണം. അവർ വേറെ ചീസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ 2 പേരും പുറപ്പെട്ടു പോയി. കാരണം ഇവിടെ ചീസ് കഴിഞ്ഞു, ഇവിടെ ചീസ് ഇല്ല, ഇനി ഇവിടെ ചീസ് വരുമോ ഇല്ലയോ വരുമായിരിക്കുമോ എന്നൊന്നും ചിന്തയോ ചർച്ചയൊന്നും അവർ നടത്തുന്നില്ല. ഇവിടെ ചീസ് കഴിഞ്ഞു, അപ്പോൾ വേറെ എവിടെയെങ്കിലും ചീസ് ഉണ്ടാവും. ആ ചീസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ 2 എലികളും ഓടിപ്പോയി. അപ്പോൾ അവരുടെ പാർട്ടി ഇവിടെ കഴിഞ്ഞിട്ടോ. പിന്നെയാണ് നമ്മുടെ കഥയിലെ 2 ക്യാരക്ടേഴ്സ് വരുന്നത്, ഹെമ്മും ഹോയും. ഇതിനകത്ത് ഹെമ്മിനും ഹോയ്ക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അവർ പറഞ്ഞു അതെങ്ങനെ ശരിയാവും, ഈ ഒരു ചീസ് സ്റ്റേഷനിലെ ചീസ് അങ്ങനെ കാണാണ്ടാവാൻ പാടില്ലല്ലോ. കാരണം നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചീസ് സ്റ്റേഷനല്ലേ, അങ്ങനെ നമ്മളോട് ചോദിക്കാതെ നമ്മളോട് പറയാതെ നമുക്കൊരു അറിയിപ്പും തരാതെ എങ്ങനെ ചീസ് എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ ചീസ് ഇവിടെ നിന്ന് മാറ്റാനായിട്ട് സാധിക്കും? ഇതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ 2 ഹെമ്മും ഹോയും മനുഷ്യന്മാർ റിയാക്ട് ചെയ്തു കേട്ടോ. അവർ റെസിസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചീസ് എന്ന് പറയുന്നത് നമ്മുടെ ജോലിയായിരിക്കാം, സാമ്പത്തിക മേഖലയായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, നിങ്ങളുടെ കഴിവുകളായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ വീടായിരിക്കാം, കാറായിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. അതൊരു മെറ്റഫോറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾ 4 ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ടൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കണക്ഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. കുറച്ചുകൂടി ഡീറ്റെയിൽ പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇവർ റെസിസ്റ്റ് ചെയ്തു, അത് ശരിയാവില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ തിരിച്ചു പോയി, ഇവരെ വീട്ടിലേക്ക് തിരിച്ചു പോയി. പിറ്റേ ദിവസവും വന്നു. പിറ്റേ ദിവസം വരുമ്പോഴും ഇവർ ഭയങ്കര എതിർപ്പോട് കൂടിയിട്ടാണ് വരുന്നത്. എന്നാലും അങ്ങനെ ചെയ്തത് ശരിയായില്ലല്ലോ, നമ്മളോടൊരു വാക്ക് പറയാതെ അവരെങ്ങനെ ചീസ് സ്റ്റേഷനിൽ നിന്ന് ചീസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും? അപ്പോൾ നമുക്ക് തോന്നുന്നൊരു സംശയം കേട്ടോ, നിങ്ങളുടെയാണോ ചീസ് സ്റ്റേഷൻ? നമ്മുടെ ചീസ് സ്റ്റേഷനൊന്നുമല്ല. പക്ഷേ നമുക്കത് ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. കാരണം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് നമ്മൾ ഇവിടെ നിന്നാണല്ലോ ചീസ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറയാതെ ഇത് ഇവിടെ നിന്ന് മാറ്റാനുള്ള പെർമിഷൻ ഇല്ലല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഈ 2 മനുഷ്യന്മാരും സംസാരിക്കുന്നത് കേട്ടോ. കുറച്ചാളിങ്ങനെ പോയി. കുറച്ചാൾ പോയപ്പോഴേക്കും ഹോ എന്ന് പറഞ്ഞൊരു മനുഷ്യന് കുറച്ച് വകതിരിവ് വന്നു തുടങ്ങി. കാരണം ഇനീഷ്യലി അവൻ പാരലൈസ്ഡ് ബൈ ഫിയർ എന്നാണ് പറയുന്നത്. ഇതിനകത്ത് പറയുന്നൊരു വാക്ക്, അതായത് പേടിച്ചിട്ട് പാരലൈസ്ഡ് ആയി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ട് അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം, എന്ത് ചെയ്യണമെന്നൊന്നും അവന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ലാസ്റ്റ് അവൻ ചിന്തിച്ചു, ഇനിയിപ്പോൾ ഈ ഒരു പേടി ഇല്ലായിരുന്നെങ്കിൽ
അതായത് ഇവിടുത്തെ ചീസ് പോയി, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു പേടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്ന് അവൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ റണ്ണിങ് ഷൂ ഇട്ടിട്ട് ഞാൻ വേറെ സ്ഥലത്തേക്ക് ചീസ് അന്വേഷിക്കാൻ പോകും. അപ്പോൾ ഇവൻ മറ്റേ ഹെമ്മിനോട് പോയിട്ട് പറയാൻ പോവാണ്, ഹെമ്മേ എടാ ഇവിടെ കാര്യങ്ങളൊന്നും വലിയ സുഖമില്ല, കാരണം ഇവിടെ ചീസ് വരുമെന്നറിയില്ല. അപ്പോൾ ഹെമ്മ് പറഞ്ഞില്ല, ഇവിടെ ചീസ് വരണം, ചീസ് വന്നേ പറ്റൂ, കാരണം ഇവിടെ നിന്ന് പോയ ചീസ് അങ്ങനെ തിരിച്ചു വരാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ, ചീസ് വന്നിട്ട് തന്നെയുള്ളൂ, ഞാൻ ഇവിടെ നിന്ന് എവിടേക്കില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ, ചീസ് ഇവിടെ വന്നേ പറ്റൂ, അതെൻ്റെ അവകാശമാണെന്ന് പറഞ്ഞിട്ട് ഹെമ്മ ഇരിക്കുന്നുണ്ട്. ഹെമ്മ ഇവിടെ നിന്ന് ഒരു അടി മുന്നോട്ട് പോകാൻ ഹെമ്മ റെഡിയില്ല വീട്ടിൽ നിന്ന്. അപ്പോൾ ഹോ പറഞ്ഞു, എന്നാൽ പിന്നെ നീ ഇവിടെ ഇരിക്കുക, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹോ അവിടെ നിന്ന് റണ്ണിങ് ഷൂസൊക്കെ ഇട്ടിട്ട് ചീസ് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങാണ്. ആക്ച്വലി ഈ ഒരു കഥ മുഴുവൻ പറയുന്നത് ഹോയുടെ ഒരു എന്താ പറയുക സർവൈവൽ ജേണിയാണ്. ഹോ ഇങ്ങനെ പല സ്ഥലങ്ങളിലും അലഞ്ഞ് നടക്കുന്നു, പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഹോക്ക് കിട്ടുന്ന പല മെസ്സേജുകളും ഹോ എന്ത് ചെയ്യുന്നു, ഹോ വിചാരിക്കും ഹെമ്മിനി പിന്നാലെ വരികയാണെന്നുണ്ടെങ്കിൽ അവനൊരു അറിയിപ്പായിക്കോട്ടെ എന്ന് കരുതി ഇവൻ ചുമരുമ്മ ഇവന് അറിയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് പോകുന്ന ഒരു യാത്രയാണ് ഹൂ മൂവ്ഡ് മൈ ചീസ് എന്നുള്ളതിൻ്റെ സ്റ്റോറിയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഹെമ്മ് കുറച്ച് ചീസൊക്കെ കിട്ടി, അങ്ങനെ വീണ്ടും ഓടിപ്പോകുന്നു. ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ ഇവൻ നമുക്ക് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയി അവൻ ചീസ് സ്റ്റേഷൻ N എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടുമ്പുറത്തുള്ള ഒരു പച്ചക്കറി കട, പലചരക്ക് കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ആ പലചരക്ക് കട അടച്ചു പോയി എന്ന് വിചാരിക്കാം. അയ്യോ നമ്മുടെ നാട്ടിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പലചരക്ക് കട അടച്ചല്ലോ നമ്മൾ വിചാരിച്ചിട്ട് നമ്മളൊരു 3-4 കിലോമീറ്റർ പോയപ്പോൾ നമ്മുടെ ടൗണിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു പലചരക്ക് കടയും ലുലുവിൻ്റെയും തമ്മിലൊരു ആനയും പേനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയില്ലേ, അതുപോലെ ഇവർ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ചീസ് സ്റ്റേഷൻ സീലെ ചീസ് തന്നെ ഇവർക്ക് അത്യാവശ്യം വലുതായിരുന്നു. അതിൻ്റെ ഏകദേശം 10-100 ഇരട്ടി വലുപ്പമുള്ള പുതിയ ചീസ് സ്റ്റേഷനായ ചീസ് സ്റ്റേഷൻ എന്നിലേക്കാണ് നമ്മുടെ ഹോ വന്ന് കയറുന്നത്. ഹോ വന്ന് കയറിയപ്പോൾ ഇത്രയും ചീസ് കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് ചീസ് കണ്ടെത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ചീസ് കണ്ടെത്തും, അതായത് എത്ര വർഷങ്ങൾ വേണിയിരുന്ന് കഴിക്കാനുള്ള അത്ര ചീസ് അവിടെ ഉണ്ടെന്ന് പറയില്ലേ. അപ്പോൾ അവിടെ ചെന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ആളനക്കും പെരുമാറ്റമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ആരാന്നറിയോ, നമ്മുടെ നേരത്തെ ഓടിപ്പോയ എലികളുണ്ടല്ലോ, ഫസ്റ്റ് തന്നെ ട്രയൽ ആൻഡ് എറർ റൺ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നേരെ പോയ എലികൾ, അവർ ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ നല്ല തടിച്ച് കൊഴുത്ത് കുട്ടപ്പനായിട്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ഫ്ലേവറിൽ പല മോഡലിലുള്ള പലതരത്തിലുള്ള ചീസുകൾ ഇവിടെ ഉണ്ട്. ഏത് വേണമെങ്കിൽ മാറി കഴിക്കാം, ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടെന്ന് പറയില്ലേ. അപ്പോൾ ഹോക്ക് ഭയങ്കര സന്തോഷം. ഹോ പറയാം, നിങ്ങളോട് എത്തിയില്ലേ, ഞാനും ഒരു കണക്കിനോട് എത്തിയിട്ടാ. അപ്പോൾ ഹോ എന്നിട്ട് എക്സ്പെക്റ്റ് ചെയ്യാണ് ഹെമ്മും കൂടി ഇനി വരും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കഥയുടെ ഒരു അവസാനിക്കൽ എങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരാൾ നടന്നു വരുന്ന അല്ലെങ്കിൽ ആരോ നടന്നു വരുന്ന ഒരു കാലൊച്ച കേൾക്കുന്നു ഹോയും മറ്റേ എലികളെന്ന് പറയില്ലേ. അപ്പോൾ അവർ പ്രതീക്ഷിക്കുകയാണ് ഹെമ്മായിരിക്കും വരുന്നത്. ഹെമ്മ് അങ്ങനെ വരുമോ ഇല്ലയോ എന്നുള്ളതിൽ സസ്പെൻസോട് കൂടിയിട്ട് കഥ അവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഒരു വായനക്കാരൻ്റെ യുക്തിക്ക് വിടുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെമ്മ് വന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം വേറെ ആരോ വന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം മുതലാളി വന്നിട്ട് ഇവിടത്തെയും ചീസ് എടുത്തുകൊണ്ട് പോകാൻ പോവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 അഡ്വാൻറ്റേജസ് കിട്ടും. ഒന്ന്, ആൻറ്റിസിപ്പേറ്റ് ചേഞ്ച്, അതായത് ചേഞ്ച് വരും എന്നുള്ളൊരു മുൻധാരണയോട് കൂടിയിട്ട് പ്രതീക്ഷിച്ച് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അഡാപ്റ്റ് ടു ചേഞ്ച് ക്വിക്ക്ലി, എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ആ ഒരു ചേഞ്ചിനോട് നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും, നമ്മൾ അതുമായി കൂടിച്ചേർന്ന് ഇഴകിച്ചേർന്ന് മുന്നോട്ട് പോകാൻ പ്രാപ്തരാകും. മൂന്നാമത്തത്, എൻജോയ് ദ ചേഞ്ച്. നമുക്ക് ആർക്കും ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് അല്ലേ, പക്ഷേ എന്തായാലും ജീവിതത്തിൽ പല ചേഞ്ചുകളും സംഭവിക്കും. അപ്പോൾ എൻജോയ് ദ ചേഞ്ച്. 4ാമത്തെ പോയിന്റ് ഇട്ടാ, ബി റെഡി ടു ചേഞ്ച് ക്വിക്ക്ലി അഗെയിൻ ആൻഡ് അഗെയിൻ. അതായത് ഇപ്പോൾ ഇവരിവിടെ ചീസ് സ്റ്റേഷൻ സീന്ന് ഇവിടെ ചീസൊക്കെ പോയി ആകെ പ്രശ്നമായിട്ടാണ് ഓടി പിറച്ച് ഹോയും സ്കിമ്മും സ്കൂരിയൊക്കെ നമ്മുടെ ചീസ് സ്റ്റേഷൻ എന്നിൽ വന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്നും ഭയങ്കര വലുതല്ലേ, എന്നിൽ ഇന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇവിടെയും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ഇവിടെ നിന്നും പോകാൻ തയ്യാറായിട്ട് വേണം നിങ്ങൾ ഇരിക്കാൻ. അതായത് ജീവിതത്തിൽ ഒന്നും ശാശ്വതമായ ഒന്നുമില്ല, ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ പ്രശ്നങ്ങളൊക്കെ പേടിച്ച് നമ്മൾ ഒതുങ്ങി കൂടി ഒളിച്ചിരിക്കാതെ അതിനെ നേരിട്ട് അതിനെ ഓവർകം ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന് നമ്മൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ബെനിഫിറ്റ്സിനേക്കാൾ അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്ന അവസ്ഥയേക്കാളും വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും ചെയ്യും. പേടിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പട്ടിണി കിടന്ന് മറ്റേ ഹെമ്മ് മരിക്കാറായ പോലെ ഒരുപക്ഷെ മരിക്കാറാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 4 ക്യാരക്ടേഴ്സ്, 4 ഡിഫറെൻറ്റ് രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ, ഒരു എന്താ പറയുക നമ്മുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ, സിറ്റുവേഷനുകളൊക്കെ വരുന്ന കുഞ്ഞു കഥയാണ് ഹൂ മൂവ്ഡ് മൈ ചീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇത് വായിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആമസോണിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ഇതിലെ ഏത് ക്യാരക്ടറായിട്ടാണ് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ കണക്റ്റഡ് ആയി എന്നുള്ളതും നിങ്ങൾക്ക് പറയാൻ ധൈര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ മെൻഷൻ ചെയ്യണം. ഈ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ആഗ്രഹമുള്ള ആളുകൾക്കാണെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ മലയാളത്തിലൊരു കാര്യം ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ആക്കുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ. അപ്പോൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചിന്തിക്കാം എന്നതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കട്ടെ. അപ്പോൾ ഇതുപോലുള്ള മറ്റ് ബുക്കുകളുടെ റിവ്യൂകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക, നമ്മൾ വായിച്ചിട്ട് റിവ്യൂ പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.